എല്ലാവർക്കും നമസ്കാരം. വെളുത്തുള്ളി എന്ന് കേൾക്കുമ്പോൾ പലർക്കും ആദ്യം ഓർമ്മ വരുന്നത് അതിന്റെ മണമാണ്. പക്ഷേ ആ മണത്തിന് പിന്നിലാണ് വെളുത്തുള്ളിയുടെ യഥാർത്ഥ ഔഷധ ശക്തി ഒളിഞ്ഞിരിക്കുന്നത്. കൊളസ്ട്രോൾ, BP, വയറിലെ ഗ്യാസ്, സന്ധിവേദന, ഇടയ്ക്കിടെയുള്ള ജലദോഷവും കഫക്കെട്ടും ഇങ്ങനെ ശരീരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം അടുക്കളയിൽ തന്നെയുള്ള വെളുത്തുള്ളി മികച്ചതാണ്. വാതരോഗങ്ങൾക്കും ദഹന പ്രശ്നങ്ങൾക്കും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ആയുർവേദം പ്രാധാന്യത്തോടെ പറയുന്ന ഒരു ഔഷധമാണിത്. വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന അലിസിൻ എന്ന ഘടകം ചീത്ത കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും രക്തക്കുഴലുകളുടെ ആരോഗ്യത്തിനും നല്ലതാണ്. വെളുത്തുള്ളി വെറുതെ കഴിച്ചാൽ ഗുണം കിട്ടണമെന്നില്ല. ചതച്ച ശേഷം കുറച്ച് സമയം വെച്ചാൽ മാത്രമാണ് അതിലെ അലിസിൻ ശരിയായി സജീവമാകുന്നത്. വെളുത്തുള്ളിയുടെ പ്രധാന ഗുണങ്ങളും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒറ്റമൂലികളും നോക്കാം. ഗ്യാസ്, വയറ് വീർപ്പ്, സന്ധിവേദന, കഫക്കെട്ട് എന്നിവയ്ക്ക് വെളുത്തുള്ളി ഉപയോഗിക്കാം. ഇത് രക്തയോട്ടം മെച്ചപ്പെടുത്താനും രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് നിയന്ത്രിക്കാനും സഹായിക്കും. അതോടൊപ്പം ദഹനശക്തി ഉണർത്താനും വയറിലെ വായുകോപം കുറയ്ക്കാനും വെളുത്തുള്ളി നല്ലൊരു സഹായിയാണ്. വെളുത്തുള്ളി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചില ഒറ്റമൂലികളെ പറ്റി നോക്കാം. 1 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളവും എടുക്കുക. അതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളി ചതച്ച് ചേർക്കുക. ഇത് നന്നായി തിളപ്പിച്ച് വെള്ളം വറ്റി ഏകദേശം 1 ഗ്ലാസ് അളവാകുമ്പോൾ ഇറക്കി വെക്കുക. ഇത് രാത്രിയിൽ ചെറു ചൂടോടെ കുടിക്കാം. കൊളസ്ട്രോൾ കുറയ്ക്കാനും BP നിയന്ത്രിക്കാനും ഹൃദയപേശികൾക്ക് ബലം നൽകാനും ഇത് നല്ലതാണ്. 2 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിയുക. അരിഞ്ഞ ഉടനെ കഴിക്കാതെ 10 മിനിറ്റ് മാറ്റിവെക്കുക. ഈ സമയം കൊടുത്താൽ മാത്രമാണ് അലിസിൻ കൂടുതൽ സജീവമാകുന്നത്. ശേഷം 1 ടീസ്പൂൺ തേൻ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കാം. ഇത് മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും ശരീരത്തിലെ അനാവശ്യമായ കൊഴുപ്പ് കുറയ്ക്കാനും സഹായിക്കും. ഗ്യാസ് ട്രബിളിന് 2 അല്ലി വെളുത്തുള്ളി തൊലിയോടെ ചുട്ടെടുക്കുക. തൊലി കളഞ്ഞ് ഭക്ഷണത്തിന് ശേഷം കഴിക്കാം. വയറുവീർപ്പ്, വായുമുട്ടൽ, ഗ്യാസ് കെട്ടി നെഞ്ചുവരെ ഭാരമായി തോന്നുന്ന അവസ്ഥ എന്നിവയ്ക്ക് ഇത് വളരെ നല്ലതാണ്. സന്ധിവേദനയ്ക്ക് 1/2 കപ്പ് നല്ലെണ്ണയിലോ വെളിച്ചെണ്ണയിലോ 5-6 അല്ലി വെളുത്തുള്ളി ചതച്ച് ചേർക്കുക. ചെറിയ ചൂടിൽ മൂപ്പിച്ച് എണ്ണ അരിച്ചെടുക്കുക. ഈ എണ്ണ ചെറു ചൂടോടെ വേദനയുള്ള ഭാഗത്ത് മൃദുവായി പുരട്ടാം. സന്ധിവേദന, മുട്ടുവേദന, വാദം കൊണ്ടുള്ള നീര്, പേശിവേദന എന്നിവയ്ക്ക് ഇത് നല്ലതാണ്. വിട്ടുമാറാത്ത ചുമയ്ക്ക് 1/4 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ നീരെടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ തേൻ ചേർത്ത് ദിവസവും 2 നേരം കഴിക്കാം. കഫക്കെട്ട്, തൊണ്ടയിലെ അസ്വസ്ഥത, കഫത്തോടുകൂടിയ ചുമ എന്നിവയ്ക്ക് വളരെ നല്ലതാണ്. തേൻ ഒരിക്കലും ചൂടുള്ള വെളുത്തുള്ളി നീരിൽ ചേർക്കരുത്. പ്രതിരോധ ശേഷിക്ക് ചുക്ക് കാപ്പി തയ്യാറാക്കുമ്പോൾ അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചതച്ച് ചേർക്കുക. നന്നായി തിളപ്പിച്ച് ചെറു ചൂടോടെ കുടിക്കാം. ജലദോഷം, ചെറിയ പനി, ശരീരത്തിൽ തണുപ്പ് പിടിച്ചുള്ള അസ്വസ്ഥത, കഫം എന്നിവയ്ക്ക് ഇത് നല്ലതാണ്. വിരശല്യത്തിന് 2 അല്ലി വെളുത്തുള്ളി ചതച്ച് പാലിലിട്ട് തിളപ്പിക്കുക. ഇത് വയറിലെ കൃമിശല്യം, വിരശല്യം എന്നിവ കുറയ്ക്കാൻ സഹായിക്കും. പല്ലുവേദനയ്ക്ക് 1 അല്ലി വെളുത്തുള്ളിയും അല്പം കല്ലുപ്പും ചേർത്ത് ചതച്ച് വേദനയുള്ള പല്ലിൽ ചെറിയ അളവിൽ മാത്രം വെക്കുക. ഇത് പല്ലിലെ അണുബാധയും പെട്ടെന്നുള്ള വേദനയും താൽക്കാലികമായി കുറയ്ക്കാൻ സഹായിക്കും. നഖത്തിലുണ്ടാകുന്ന ഫംഗസ് അണുബാധയ്ക്ക് വെളുത്തുള്ളി നന്നായി അരച്ച് ഫംഗസ് ബാധിച്ച നഖത്തിലോ ചർമ്മത്തിലോ പുരട്ടുക. 20 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം. വെളുത്തുള്ളിയിലെ ആന്റി ഫംഗൽ ഗുണങ്ങൾ നഖം ചീഞ്ഞു പോകുന്നത് കുറയ്ക്കാൻ സഹായിക്കും. വെളുത്തുള്ളി അമിതമായി പച്ചയ്ക്ക് കഴിച്ചാൽ വയറിൽ എരിച്ചിൽ, നെഞ്ചെരിച്ചിൽ, വായ്നാറ്റം, അസിഡിറ്റി എന്നിവ ഉണ്ടായേക്കാം. കൂടാതെ നെഞ്ചെരിച്ചിൽ, കടുത്ത അൾസർ എന്നിവ ഉള്ളവർ പച്ച വെളുത്തുള്ളി അമിതമായി കഴിക്കുന്നത് ഒഴിവാക്കണം.